ബിസിനസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ കയറ്റം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആദ്യം തുടങ്ങുന്ന അപ്പോഴേ നമുക്ക് സക്സസ് ആവാൻ പറ്റിയെന്ന് വരില്ല. ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ബിസിനസ് എന്താണെന്ന് ഞാൻ പഠിച്ചത്. അപ്പം നമ്മൾ കാണുന്ന പോലെയല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരെണ്ണം തിരഞ്ഞു. എനിക്കിത് നല്ല ഒരു അഭിമാനമായിട്ടാണ് ഈ ഒരു കച്ചവടം തോന്നുന്നത്. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. ഈ വനിതാ ദിനത്തിൽ ഫിനാൻഷ്യൽ ഗൈഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് IELTS പഠിക്കാനായി കോട്ടയത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി ഒടുവിൽ സംരംഭകയായി മാറിയ 23-കാരിയായ ജോസ്നയുടെ സംരംഭക യാത്രയാണ്. എല്ലാ വനിതകൾക്കും ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ വനിതാ ദിനാശംസകൾ. നമസ്കാരം, ഞാൻ അഭിലാഷ് നായർ. ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാലത്തെ ഏത് പെൺകുട്ടികളെയും പോലെ +2 ഡിഗ്രിയോ ഒക്കെ കഴിഞ്ഞ് IELTS എഴുതി പാസ്സായി ജോലി തേടി വിദേശത്തേക്ക് പോകണമെന്ന ലക്ഷ്യത്തോടെയാണ് കോട്ടയംകാരിയായ ജോസ്ന IELTS പഠിക്കാനായി തിരുവനന്തപുരത്തെത്തിയത്. വീട്ടുകാരുടെ ആഗ്രഹവും സമ്മർദ്ദവും അതിന് പിന്നിലുണ്ടായിരുന്നു. BA ഹിസ്റ്ററി പാസ്സായതിനു ശേഷം IELTS പഠിക്കാനായിട്ടാണ് വീട്ടുകാർ തന്നെ തിരുവനന്തപുരത്തേക്ക് അയച്ചതെങ്കിലും സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യണം എന്ന പണ്ട് മുതലേയുള്ള ആഗ്രഹം ജോസ്നയുടെ മനസ്സിൽ പച്ച പിടിച്ചു കിടന്നിരുന്നു. ഒന്നിന്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞതുപോലെയാണ് തിരുവനന്തപുരത്ത് വെച്ച് സ്വന്തം നാട്ടുകാരനായ, ഇപ്പോൾ കുറേയായി തലസ്ഥാന നഗരിയിൽ സ്ഥിരതാമസമായ അഭിജിത്തിനെ കണ്ടുമുട്ടുന്നത്. അവിടെയാണ് ജോസ്നയുടെ ജീവിതത്തിലെ ട്വിസ്റ്റ്. സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണമെന്ന പണ്ടേയുള്ള ആഗ്രഹം കൂട്ടുകാരനോട് പങ്കുവച്ചു. എന്ത് ബിസിനസ് എന്ന കൂട്ടുകാരന്റെ ചോദ്യത്തിന് കടയിട്ട് മീൻ കച്ചവടം നടത്തിയാലോ എന്ന് ജോസ്ന ചോദിച്ച മറുചോദ്യത്തിൽ നിന്നാണ് അർബൻ ഫിഷ് മീറ്റ് ചിക്കൻ എന്ന സംരംഭത്തിന്റെ തുടക്കം. സാധാരണ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ഒരു ബുട്ടീക്കോ ബ്യൂട്ടി പാർലറോ ലേഡീസ് ഫാൻസി സ്റ്റോറോ ഒക്കെ ആരംഭിക്കുന്നതിനെപ്പറ്റി ആലോചിക്കുമ്പോഴാണ് അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി അത്ര ആകർഷകമല്ലാത്ത മീൻ കച്ചവടത്തിലേക്ക് ഇറങ്ങാൻ ജോസ്ന തീരുമാനിച്ചത്. ഒരു അഭിമാനമായിട്ടാണ് ഈ ഒരു കച്ചവടം തോന്നുന്നത്. കാരണം ഞാനിങ്ങനെ ഇരിക്കെ ഞാൻ എന്ത് ബിസിനസ് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കെ ഇങ്ങനെ എൻ്റെ മൈൻഡിൽ വന്നതാണ് ഫിഷിൻ്റെ ഒരു ഷോപ്പ് തുടങ്ങണമെന്ന്. അങ്ങനെ തുടങ്ങിയതാണ്. കടയിൽ വന്ന് മീൻ വാങ്ങുന്നതിനേക്കാൾ കൂടുതലായി ഹോം ഡെലിവറി ഓർഡറുകളാണെന്ന് ജോസ്ന പറയുന്നു. തലേ ദിവസം മുതൽ ഓർഡറുകൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭിച്ചു തുടങ്ങും. പിറ്റേന്ന് പുലർച്ചെ ജോസ്നയും അഭിജിത്തും സഹായിയും ഹാർബറിൽ പോയി മീൻ എടുത്തുകൊണ്ട് വന്ന ശേഷം ലഭ്യമായ മീനും വിലവിവരങ്ങളും ഫോട്ടോസും വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. അതോടെ ഓർഡറുകൾ വന്നു തുടങ്ങും. ഓർഡർ അനുസരിച്ച് മീൻ വെട്ടി വൃത്തിയാക്കി വീടുകളിൽ എത്തിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് ഓൺലൈൻ ഡെലിവറിയാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മളെ വിളിച്ച് ഓർഡർ ചെയ്യും, നമ്മൾ വീട്ടിൽ കൊണ്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് അങ്ങനെ അധികം ആരും വാങ്ങിക്കുന്നില്ല, എല്ലാവരും ഓൺലൈനായിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 7 കിലോമീറ്റർ വരെ നമ്മൾ ഫ്രീ ഡെലിവറിയാണ്. അത് കഴിയുമ്പോൾ നമ്മൾ ഡെലിവറി ചാർജ് ആടി. രാവിലെ മോർണിംഗിൽ നമ്മൾക്ക് കിട്ടുന്ന ഫിഷിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലിടും. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇടുമ്പോഴത്തേക്കും രാവിലെ അവർ ഓർഡർ ചെയ്യും. അപ്പോൾ നമ്മൾ കറക്റ്റ് അവർ ഓർഡർ ചെയ്യുന്ന എന്താണോ അത് നമ്മൾ കറക്റ്റ് അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കും. അപ്പോൾ തലേന്ന് തന്നെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ രാവിലെ അത് എടുത്തിട്ട് അവർക്ക് കൊടുക്കും. സ്ഥിരമായിട്ട് കസ്റ്റമേഴ്സ് ഇഷ്ടം പോലെയായി. ഇപ്പോൾ ഇഷ്ടംപോലെ ഓർഡേഴ്സ് വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഫ്രഷ് മീനുകൾ കിട്ടുന്ന ഇടങ്ങൾ കുറവാണെന്ന് അഭിജിത്ത് പറയുന്നു. നേരിട്ട് പോയി കണ്ടു വാങ്ങുന്ന മീനാണ് തങ്ങൾ കടയിൽ എത്തിച്ചു വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കടയിലെ മീനിന് പതിവായി ആവശ്യക്കാരുണ്ടെന്നും എത്തിക്കുന്ന മീനുകൾ ഏതാണ്ട് മുഴുവൻ വളരെ പെട്ടെന്ന് തന്നെ വിറ്റ് തീരാറുണ്ടെന്നും അഭിജിത്ത് പറയുന്നു. ഒരിക്കൽ വാങ്ങുന്നവർ വീണ്ടും ഇവിടുന്ന് തന്നെ മീൻ വാങ്ങാൻ എത്താറുണ്ടെന്ന് ജോസ്നയും പറയുന്നു. തിരുവനന്തപുരത്ത് അധികം അങ്ങനെ നല്ല മീൻ കുറവാണ്. അവർക്ക് ആവശ്യമുണ്ട്, പക്ഷെ കൊടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഫിഷ് ഷോപ്പായാലും അത്ര ഫ്രഷ് ആയിട്ട് കൊടുക്കാറില്ല. അതുകൊണ്ടാണ് തുടങ്ങിയത്. നമ്മൾ ഹാർബറിൽ പോയിട്ട് ഏതാ മീനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് ലേലം വിളിച്ചെടുക്കും. പിന്നെ സ്ഥിരമായിട്ട് എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതായത് ഇവിടുന്ന് ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കണ്ടിന്യൂസാണ് വാങ്ങിക്കും. കാരണം ഫ്രഷ് ആയതുകൊണ്ട് വളരെ നല്ല ടേസ്റ്റാണ്. അവർ തന്നെ പറഞ്ഞപ്പോൾ നെയ്മീനാണെങ്കിലും ഈ കഴിച്ചിട്ട് എന്നിട്ട് അവർ വിളിച്ച് കുറേ തവണ നമ്മളോട് പറയും ഭയങ്കര ടേസ്റ്റായിരുന്നു. തിരുവനന്തപുരത്ത് മീൻമുട്ടയ്ക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളതെന്ന് അഭിജിത്തും ജോസ്നയും പറയുന്നു.
മീൻമുട്ട കഴിഞ്ഞാൽ പിന്നെ പ്രിയം നെയ്മീനോടാണ്. എല്ലാ മീനുകൾക്കും ആവശ്യക്കാരുണ്ട്. മീൻ കൂടാതെ ബീഫ്, പോർക്ക്, ചിക്കൻ, മട്ടൺ എന്നിവയ്ക്കും ആവശ്യക്കാരുണ്ട്. എന്നാൽ ഇതൊക്കെ മുൻകൂർ ഓർഡർ അനുസരിച്ച് മാത്രമേ എടുത്ത് സ്റ്റോക്ക് ചെയ്യാറുള്ളൂ. മീനായാലും ഇറച്ചിയായാലും ഫ്രഷായി കസ്റ്റമേഴ്സിന് നൽകണമെന്ന് നിർബന്ധമുണ്ടെന്ന് അഭിജിത്തും ജോസ്നയും പറയുന്നു. ഡിമാൻഡുള്ളതാണ് മീനിൻ്റെ മുട്ട. അത് ഭയങ്കര ഡിമാൻഡാണ്. അത് നമ്മൾ എത്ര വില കൂട്ടിയിട്ടാലും ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകും. ബാക്കിയുള്ള ഷോപ്പുകാരൊക്കെ അതിന് ലേലം ഗ്രൂപ്പ്, അതിന് തന്നെ സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് തുടങ്ങി അതിൻ്റെ അകത്ത് ലേലം വിളിക്കും. അങ്ങനെ ആ മീൻ മുട്ടയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഈ നെയ്മീൻ്റെയൊക്കെ മീൻ മുട്ടയൊക്കെ ഭയങ്കര ആൾക്കാർക്ക് ഭയങ്കര ഒരു, അപ്പോൾ അതൊക്കെ വരുമ്പോഴേ നേരത്തെ തന്നെ നമ്മളെ കുറേ ദിവസം മുമ്പേ ബുക്ക് ചെയ്യും. ഇപ്പോൾ ഒരാഴ്ച മുന്നേ വരികയാണെങ്കിൽ ഒരാഴ്ച മുന്നേ അവർ ബുക്ക് ചെയ്യും വേണമെന്ന് പറഞ്ഞു. ഇത് നെയ്മീൻ പോവും, മോത പോവും, ഈ മോത കേര പോവും, ചൂര, അയലയൊക്കെ പോവും, പിന്നെ ഞണ്ട് എല്ലാം പോവും. അങ്ങനെ ഇന്നൊന്നുമില്ല, എല്ലാം പോവും. ഒരു ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാളിറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതുപോലെ പോത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കും. പിന്നെ പന്നിയുണ്ട്, പിന്നെ നാടൻ കോഴിയുണ്ട്, താറാവുണ്ട്. എന്ത് പറഞ്ഞാലും വിളിച്ചതൊക്കെ അഡ്വാൻസ് ആയിട്ട് തലേ ദിവസം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം എടുത്തു കൊടുക്കുന്നത്. ജോസ്നയുടെയും അഭിജിത്തിൻ്റെയും വീടുകളിൽ ആർക്കും തന്നെ ബിസിനസ് നടത്തി പരിചയമുള്ളവരല്ല. ജോസ്നയുടെ സ്വന്തം ആഗ്രഹമാണ് അവരെ ഈ സംരംഭത്തിലേക്ക് എത്തിച്ചത്. തുടക്കത്തിൽ വീട്ടുകാരിൽ നിന്നും അത്ര വലിയ പിന്തുണയൊന്നും ജോസ്നയ്ക്ക് ലഭിച്ചില്ലെങ്കിലും വൈകാതെ തന്നെ ജോസ്നയുടെ തീരുമാനം ശരിയായിരുന്നുവെന്ന് വീട്ടുകാരും അംഗീകരിച്ചു. കച്ചവടത്തിന്റെ ആദ്യ നാളുകളിൽ എത്ര കിലോ മീൻ എടുക്കണമെന്നത് സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ലായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ പലപ്പോഴും മീൻ വിറ്റുതീരാതെ ബാക്കിയായി നഷ്ടം സംഭവിച്ചെന്നും ജോസ്ന പറയുന്നു. എന്നാൽ പോകെ പോകെ ബാക്കിയാകുന്ന മീനുകൾ ഉപ്പ് ചേർത്ത് വെയിലത്തിട്ടുണക്കി ഉണക്കമീനാക്കി വിവിധ തൂക്കത്തിൽ പാക്കറ്റുകളാക്കി വിൽക്കുന്നുണ്ടെന്ന് ജോസ്ന പറയുന്നു. ആണെങ്കിൽ ഫസ്റ്റ് എനിക്ക് ബിസിനസ് ചെയ്തൊന്നും പരിചയമില്ല. എൻ്റെ കുടുംബത്തിലും ആരും ബിസിനസ് ചെയ്ത ആൾക്കാരൊന്നുമല്ല. ഞാനാണ് ആദ്യമായിട്ട് എൻ്റെ കുടുംബത്തിൽ നടന്നത്. അപ്പം ബിസിനസ് ചെയ്തപ്പം ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി കുറേ പഠിച്ച്. ഇതിന് മുമ്പ് ഞാനൊരു 1 ഇയർ മുന്നേ തൊട്ട് ബിസിനസ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി കുറേ പഠിച്ച് സമയത്ത് നമ്മൾ എല്ലാം വളരെ അധികം നമ്മൾ എടുക്കുമായിരുന്നു. നമുക്ക് ആ സമയത്ത് വലിയ കസ്റ്റമേഴ്സ് ഇല്ലായിരുന്നു. അപ്പം നമ്മൾ കുറേ എടുക്കുമായിരുന്നു. എടുത്തിട്ട് ആദ്യ സമയത്ത് നമ്മൾ ഒരു ദിവസത്തിൽ കൂടുതൽ നമ്മൾ വെച്ചാലും പിറ്റേ ദിവസം ആകുമ്പോൾ പിന്നെ അത് കൊള്ളത്തില്ല. അത് വേറൊരു മനുഷ്യർക്ക് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് പറ്റത്തില്ല. അത് നല്ലൊരു സാധനം അല്ലെങ്കിൽ അത് വേറെ കൊടുത്തിട്ടും കാര്യമില്ല, വെറുതെ കൊടുത്തിട്ടും കാര്യമില്ല. അപ്പം ഈ ഉണക്കമീൻ ഇടുന്നത് എനിക്ക് അത്ര നമുക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നമ്മൾ ഉണക്കമീൻ ഇടാൻ തുടങ്ങിയത്. ഉണക്കമീൻ ഇടാൻ തുടങ്ങി ഈ കുറച്ച് ദിവസമായതേ ഉള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് അറിയത്തില്ലായിരുന്നു എത്ര എടുക്കണം, എങ്ങനെ എടുക്കണം, എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവുമോ. പക്ഷെ ഇപ്പം നമുക്ക് കറക്റ്റാக മനസ്സിലായി എങ്ങനെ എടുക്കണം, എത്ര എടുത്താൽ എത്ര പോവും എന്നൊക്കെ നമുക്ക് കറക്റ്റ് അറിയാം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാത്രമേ എടുക്കുകയുള്ളൂ. സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവർ കേട്ടറിഞ്ഞോ കണ്ടറിഞ്ഞോ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം ഒരു സംരംഭം തുടങ്ങാൻ ഇറങ്ങിത്തിരിക്കരുത്. ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ശരിയായ അവസരങ്ങളും വെല്ലുവിളികളും മനസ്സിലാക്കാൻ കഴിയുന്നതെന്നും ജോസ്ന കൂട്ടിച്ചേർത്തു. വീട്ടിൽ നിന്നുള്ള സഹായവും ബാങ്ക് വായ്പയും ഉപയോഗിച്ചാണ് ജോസ്ന ഈ സംരംഭം ആരംഭിച്ചത്. ഇപ്പോൾ ബാങ്ക് വായ്പ കൃത്യമായി അടയ്ക്കാൻ കഴിയുന്നുണ്ടെന്ന് പറഞ്ഞ ജോസ്ന തിരുവനന്തപുരത്തുകാർ തനിക്ക് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നതെന്നും വ്യക്തമാക്കി. ലോൺ എടുത്ത് കുറച്ച് എൻ്റെ അമ്മേനെ സഹായിച്ചു. അതുപോലെ തന്നെ ലോൺ എടുത്തിട്ടാണ് ഈ കച്ചവടം തുടങ്ങിയത്. വളരെയധികം നല്ല സപ്പോർട്ടാണ് എല്ലാവരും തരുന്നത്. ഞാൻ ആദ്യം പ്രതീക്ഷ പോലെയൊന്നും അല്ലായിരുന്നു. എന്നാലും പിന്നീടായപ്പോഴത്തേക്കും എല്ലാവരും നല്ലൊരു സപ്പോർട്ടാണ്. എനിക്കിവിടെ ആരെയും പരിചയമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ഇപ്പം ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ബിസിനസ് എന്താണെന്ന് ഞാൻ പഠിച്ചത്. നമ്മൾ കാണുന്ന പോലെയല്ല, ഒരു സംരംഭത്തിലോട്ട് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കുമാണ് നമുക്കത് മനസ്സിലാവുന്നത്. അത് എത്രത്തോളം പാടാണെന്നോ അത് എത്രത്തോളം കഷ്ടപ്പെട്ടാലേ ഉള്ളൂ നമ്മളത് സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അക്കാടും മാമലവേലി കതിരോർക്കൻ ചായം പൂശി ഇക്കാണും കായൽ കരയിൽ കരിമീനുകൾ കളിയാടുന്നേ. കടലിൽ തിരമക്കൾ തുഴയേണ്ടി പരമായുന്നേ. ചെറുവഞ്ചികൾ പുഴയോരം വല വീശി പോകുന്നേ. ഉള്ളോളം നിറയാനായി കുണ്ടോളം തന്നാട്ടെ. നാളുകളിൽ ജോസ്നയുടെ അർബൻ ഫിഷ് സംരംഭത്തിന് സ്വന്തം നാടായ കോട്ടയത്തുൾപ്പെടെ കൂടുതൽ ശാഖകൾ ആരംഭിക്കാൻ കഴിയട്ടെ എന്നും കൂടുതൽ മികച്ച
സംരംഭകയാകാൻ ജ്യോത്സ്നയ്ക്ക് കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. ജ്യോത്സ്നയ്ക്കും സഹപ്രവർത്തകർക്കും അവരുടെ അർബൻ ഫിഷ് സംരംഭത്തിനും എല്ലാ ആശംസകളും നേരുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.